ചാരുവെടുത്തല്ലേ? ഒരു ക്ലൂ തരട്ടാ. സുരേഷാ എന്താണ് എന്നാ പറ്റി ഇനി എന്നാണോ എന്നാ പ്രശ്നം എവിടെ തീ പിടിച്ചിനി എന്താണ് എന്തേ കുളിക്കുമ്പോ ക്ലൂ തരുമെന്ന് ചോദിച്ചു. സുരേഷാ നീ അങ്ങനെ നീ ഒന്ന് അടങ്ങടാ. എടാ നിന്നോട് ക്ലൂ തരട്ടെന്നാ ചോദിച്ചിനി അല്ല കളി തരട്ടെന്നാ ചോദിച്ചിനി? ക്ലൂന്നാ കേട്ടെ. ക്ലൂന്നാ സുരേഷ നീ ക്ലൂന്നാ അല്ല കളിന്നാ ഉദ്ദേശിച്ചിനി? എന്തായാലും കക്കൂസ് അടിക്കുമ്പോ ചോദിക്കണ്ടേ? ഞാൻ നിങ്ങളെല്ലാവരും ഒറ്റക്കൊറ്റക്ക് പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും കംഫർട്ടായിട്ടുള്ള സ്ഥലം ഇതല്ലേ? പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പം നോക്കിയാലും ഭയങ്കര തിരക്കുവന്നു. നമുക്കൊക്കെ പണിയുണ്ടാ നിന്നെ പോലെയത്. നീ ഒന്ന് അടങ്ങട പുഷ്കര. ചാരുവെടുത്തിനെ പരിചയപ്പെടുന്നതിന് നിനക്ക് എന്താ പ്രശ്നം? അവര് ക്ലാസ്മേറ്റ്സ് ആണെടാ സുരേഷ. അതെല്ലാം അവനോട് പറയേണ്ട ആവശ്യമില്ലേ? പറയണം, ഓനത് അറിയണം. സുരേഷ ഞാൻ അമ്പിളി, നിന്റെ രണ്ടാമത്തെ ഏട്ടൻ്റെ ഭാര്യയാണ്. നീ നാട് വിട്ടുപോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാകുമ്പോൾ മനോരേട്ടന് ഫയർഫോഴ്സിൽ ജോലി കിട്ടി. എന്നിട്ട് ഞാൻ എന്നെ കല്യാണം കഴിച്ചു. ഇപ്പം എനിക്ക് വയസ്സ് 40. പിന്നെ വേറെ എന്തെങ്കിലും ക്ലൂ എനിക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പം ചോദിച്ചോ. നൈസ് ടു മീറ്റ് യു. ഞാൻ ചാരുലത, വയസ്സ് 28, വില്ലേജ് ഓഫീസിൽ പാർട്ട് ടൈം സ്വീപ്പറാണ്. പുഷ്കരൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഗംഗാരേട്ടൻ ലൈൻമാൻ ആയാലും വീടിനടുത്ത് പോസ്റ്റ് നന്നാക്കാൻ വന്നതാ. അപ്പം എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. അതിനുശേഷം ഒരൊറ്റ പോസ്റ്റ് മനസ്സിലാക്കിയില്ല. മതി മതി കെട്ടിപ്പിടിച്ച് കുതിർന്ന് വിട്ടെ 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 എന്നാ കുളിക്കട്ടോ. കുളിമുറി ഇടാന്ന് പുഷ്കരേട്ടാ. എടാ ഒന്ന് തോർത്തെടുക്കട്ടെ സുരേഷാ. എന്നാ തോർത്ത്. ഞാൻ കണ്ടോ തോർന്ന് ഉപയോഗിക്കാറില്ല. ഐ എം എ പെർഫെക്റ്റ് ജെന്റിൽമാൻ. ഇത് നിങ്ങൾ തന്നെ ഇത് അടച്ച് ആര് വെച്ചിട്ടുണ്ടായിരുന്നു? നോക്കട്ടെ. കണ്ടോലെ തോർത്തെടുത്തിട്ട് പാട്ടിന് കഴിഞ്ഞു. നീ അമ്മാമേനെ മോര് മാറ്റിയിട്ട് ഏറെ കവിത മുങ്ങി നീ. ഏടാ പറയടാ. കൊന്നാലും ഞാൻ എൻ്റെ ബാക്ക് സ്റ്റോറി പറയില്ല. പെൻ ലെഫ്റ്റ് പെൻ ലെഫ്റ്റ്. സുരേഷ ഇവിടെ വന്ന എന്താ പാലമ്മ? ടൗണിലെ കിത്തോട്സിൽ ഇന്ത്യയുടെ മാപ്പിൻ്റെ കട്ടൗട്ടർ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഉണ്ടെങ്കിൽ ഭാരതമ്മ പൂർത്തിയാവുള്ളൂ. നീ ചെന്നിട്ട് അത് മേടിച്ചിട്ട് വരണം. എന്നാ പൈസ ബാലമ്മാമ തന്നാണെന്ന് പറയാം. എന്തിന്? അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ 2000 ഉറുപ്പ്യം കൊണ്ട് ചെന്നാൽ കിട്ടുന്നതല്ല എൻ്റെ ഭാരതാമ്മ. എൻ്റെ ഭാരതാമ്മ കിട്ടണ എൻ്റെ പേര് പറയണം. അതിന് നമ്മളതിലൊരു ഭാരതാംബയുടെ കട്ടൗട്ടർ ഇല്ലേ പാലമ്മ? അത് പഴയതല്ല MT. കൂടാതെ അതിൽ ചില സ്റ്റേറ്റ്സ് എല്ലാം മിസ്സിങ്ങുമാണ്. നമുക്ക് പുതിയത് തന്നെ എടുക്കാം. നീ പോയിട്ട് വാ. അതുകൊണ്ട് മുങ്ങല്ലേ. അമ്മ, ഐ ടോൾഡ് യു ടു ബി വെരി കെയർഫുൾ. ഈ വീട്ടിൽ ഒരൊറ്റ ആണിനെ പോലും വിശ്വസിക്കാൻ പറ്റൂലെന്ന്. കുനിഞ്ഞു നിന്നാ കിട്ടിയില്ലേ? ഇത് ഓൻ തന്നെ സുരേശൻ. ഇന്നലെ രാത്രിയോടെ എന്നോട് ചോദിച്ചു ഞാനപ്പ ചാവല്. ഓ നിങ്ങളെ കൊല്ലാത്ത നിങ്ങളെ മഹാഭാഗ്യം. എന്റെ 3ാമത്തെ മോതിരം നിന്റെ മോളെ മോൻ കൊണ്ടുപോയി കളഞ്ഞ്. അതും കൂടെ വിറ്റിട്ടുണ്ടെങ്കിൽ എന്നെ കത്തിക്കാനല്ലാതെ ആ നായിന്റെ മോനോടൊപ്പം കടക്കരുത്. ഞാനിത് സാലേക്ക കുത്ത. മച്ചാ അമ്മ മേര ഒരു പവന്റെ മോതിരം. ഷീസ് നോ മോർ നീഡഡ്. இந்த താജ്മഹൽക്ക് ഉറപ്പാണ് ഉള്ളതിൽ ഏറ്റവും വലുതാണ്. ഇതിലും വലുത് ആഗ്രഹത്തിൽ മാത്രം. ആഗ്രടാ. അതന്നെ അയാളും പറഞ്ഞ ആഗ്ര. കളി
இந்த மாதிரி விஷயத்துல எல்லாம் லேட் பண்ணக்கூடாது. லேட் பண்ணா எவனோ ஒருத்த வந்து உள்ள பூந்துருவான். எது பண்ணாலும் பிளான் பண்ணி பண்ணணும். இன்னும் 5 நிமிஷத்துல காதலி வெளில வரும். டைலாக் ஞாபகம் இருக்குல்ல? இப்ப சொல்லு. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാകാനും മനുഷ്യനാകാനും നിന്റെ ചുണ്ടിൻ്റെ മുത്തമാകാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി ഞാൻ ഗന്ധർവൻ. மொய்வன காதல ദേവി ആത്മരാഗമേഘ കന്യാവനിയിൽ സുഗതം പ്രിയഗാനം പകരാനണയൂ ഗന്ധർവ വീണയാവൂ നീ ദേവി. ഞാൻ ഗന്ധർവൻ. പെട്ടെന്ന് പ്രപ്പോസ് ചെയ്തിട്ട് പോയിക്കോളാം. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും മാനാവാനും മനുഷ്യനാവാനും പാവയാവാനും പറവയാവാനും നിന്റെ ചുണ്ടിന്റെ മുത്തമാവാനും നിമിഷാർദ്ധം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി ഞാൻ ഗന്ധർവൻ. എന്താ അറിയില്ല, ഏതോ ഗന്ധർവൻ. ഗന്ധർവനാ? ഏത് ഗന്ധർവൻ? ആരാണ്? ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പേ വന്ന് പോടാ. ഞാൻ ഗന്ധർവ. കരിങ്കല്ലിലടിച്ച് പിഴിഞ്ഞിട്ടൊന്നുണക്കി കൈക്കല തുണിയാക്കി ഒടുക്കം വിളക്കിലെ തിരിയാക്കി കരിന്തിരി പോലായി. ആ സ്ത്രീ ചാവാൻ തിരിച്ചുവരവില്ല. അതെ, എനക്കൊരു ചായ മാത്രം മതി. നിങ്ങൾക്കാ? മുമ്പത്തെ കടം തീർക്കുന്നത് വരെ ചായ മാത്രം കൊടുത്താൽ മതി എന്ന് മോലാളി പറഞ്ഞു. ഇവർക്ക് ചായ മാത്രം മതി അല്ലേ? ആയിക്കോട്ടെ. നീ വീട്ടിൽ നിന്ന് വെള്ളയപ്പം തന്നിട്ടല്ല ഇറങ്ങിനി? ഓള് വിശക്കുന്നുണ്ട് കഴിച്ചോട്ടില്ലേന്ന്. വെള്ളയപ്പല്ലേ ചോദിച്ചിട്ട് താജ്മഹലൊന്നല്ലല്ലോ. എൻ്റെ കെട്ടുകാലി പണയം വെച്ചിട്ടാലും ഒക്കെ ഞാൻ മേടിച്ചു കൊടുക്കാം. നീ പോയിട്ട് കയ്യ വിറ്റ മോളെ. ഞാൻ പറഞ്ഞു വെള്ളയപ്പ് മുട്ട റോസ്റ്റ്. ഞാനും പറഞ്ഞ പൊറോട്ട. ഏതായാലും മാല പണയം വെക്കുമല്ലേ.
സുരേഷ നായരേട്ടാ, ഏടിയാന്ന് പുറത്തൊന്നും കാണാറില്ലല്ല. ഞാനങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങില്ല. പക്ഷേ നാളെ വൈകുന്നേരം 5 മണിക്ക് ഞാനൊന്ന് അണ്ടിത്തോട്ടത്തിലേക്ക് പോകുന്നുണ്ട്. നിങ്ങളും വരണം. അല്ല സുരേഷ, ഞാൻ വെറുതെ. അല്ല, അത് സാരമില്ല. എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. നേരിട്ട് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടാ. അവസരം കിട്ടിയിട്ടാ. വരൂലേ? നാളെ 5 മണിക്ക് கண்டிப்பாக வெயிட் பண்ணுவேன். வந்து தான் ஆகும்.